ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിന്ദു ജ്വല്ലറിക്കാണ് കേട്ടോ, കാസർഗോഡ്. അപ്പം നമ്മൾ ആദ്യം ബിന്ദു ജ്വല്ലറിക്കാണ് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് ഒരു കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന ഓർണമെൻറ്റ്സാണ് വേണ്ടതെന്ന്. കാരണം അതുകൊണ്ട് ഞാൻ എൻ്റെ സാരി പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ സാരിയും കൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം ഗോൾഡ് ഭയങ്കരമായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് മിനിമലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ ഒരു 4 വരെ എത്തി മാല. അപ്പം എനിക്ക് എൻ്റെ സാരിക്ക് ഭയങ്കരമായിട്ട് മാച്ചായിട്ട് അല്ലെങ്കിൽ സിങ്കായിട്ട് പോകുന്ന പോലത്തെ ഗോൾഡായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ നഗാസിൻ്റെ ആണ് ഗോൾഡ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം എൻ്റെ സാരിക്കും എൻ്റെ ബ്ലൗസിനൊക്കെ മാച്ചാകുന്ന പോലെ ബ്ലെൻഡായി പോകാൻ പറ്റുന്ന പോലത്തെ ആണ് ആദ്യം നമ്മൾ പോയിട്ട് വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തെന്ന് ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് എന്ന്. ഇത് വേറൊന്നുമല്ല, എൻ്റെ ബ്ലൗസിൻ്റെ കളറ് ഇതായതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഇപ്പം സാരി ഉടുത്തിട്ട് ഇതൊക്കെ ഇടാൻ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ബ്ലൗസ് അവിടെ ഒരു ഇതിന് ഷോക്കേസ് പോലെ വെച്ചിട്ട് ഇങ്ങനെ മാല വെച്ചിട്ട് നോക്കിയാൽ ഭംഗി ഉണ്ടാവുമോ, കളറ് കോമ്പിനേഷൻ രസം ഉണ്ടാവുമെന്ന് വെച്ചാൽ നോക്കുന്നത്. അച്ഛനും അമ്മയും ഞാനും ഇളയമ്മയാണ് ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഉച്ചയായി ഇത്രയാകുമ്പോൾ തന്നെ. ഹലോ ഗൈസ്, എൻ്റെ വെഡ്ഡിങ് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ നോക്കിക്കൊണ്ടുണ്ട്, എന്താവും അറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്. നോർമലി പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ലേസും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മാലയൊന്നും എടുക്കുന്ന മാതിരിക്കല്ല ഈ ഷോപ്പിംഗ്. എൻ്റെ പൊന്നെ, ഒന്ന് സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ എത്ര ടൈം. ഞങ്ങൾ ഒരു ഡേ ഫുള്ളുണ്ടായിരുന്നു അവിടെ. എന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു 4 മാല സെലക്ട് ആക്കി. ഒരു സ്വയംവരത്തിൻ്റെ മാലയാണ് ലാസ്റ്റ് ഉള്ളത്. സ്വയംവരത്തിൻ്റെ സീതാ സ്വയംവരമായിരുന്നു. അതായത് രാമനും സീതയും ലക്ഷ്മണനും തമ്മിൽ ആ 3 ആളും നിന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ മാല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആ വലിയ മാല വന്നിട്ട്. അതുപോലത്തെ ഒരു പേളിൻ്റെ മാല, അതുപോലെ തന്നെ ഒരു ചോക്കർ പോലത്തതും, അല്ലാത്ത കുറച്ച് അത് നെക്ലേസ് ആയിട്ട് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മാലയായിരുന്നു നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ചോക്കറിന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ മാറ്റിയിട്ട് വേറത് ആണ് ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഭംഗിയുണ്ടോ ഇട്ടിട്ട് നോക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ അവിടെ നിന്ന് ഉടുത്തിട്ട് ഞാൻ നോക്കി ഇത് ബ്ലെൻഡായി പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചോക്കർ പോലത്തെ മാല എനിക്ക് എൻ്റെ സാരീൻ്റെ കളറുമായിട്ട് സിങ്കായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സാരീൻ്റെ കളറിന് മാച്ചാകുന്ന മാതിരിക്കാണ് ഞാൻ അവരുടെ അടുത്ത് അതിൻ്റെ ഇത് മാറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം പോലെ എൻ്റെ ബാംഗിൾസും അവരുടെ അടുത്ത് ഞാൻ എൻ്റെ മാലക്ക് മാച്ചാകുന്ന പോലത്തെ പേളിൻ്റെ ഒരു മാല വരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാംഗിൾസിനും പേള് വരുന്ന മാതിരിക്ക് ഞാനത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാം ഒന്ന് മാച്ചായിട്ട് പോകാൻ മാതിരി. കാരണം അല്ലെങ്കിൽ ഇത് സാരിക്ക് ഇത് ഇട്ടിട്ട് കാണുന്ന സമയത്ത് ഒട്ടും മാച്ചല്ലാത്ത മാതിരിക്ക് തോന്നും. അതുകൊണ്ടാണ് സെയിം നഗാസ് തന്നെ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ വേറെ മാലയും ഉണ്ടായിരുന്നു. എൻ്റെ റൂബീൻ്റെതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെട്ടിനാടിൻ്റെയും മാല ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ഇപ്പം ഞാൻ എടുത്ത ഗോൾഡുമായിട്ട് അത് ബ്ലെൻഡായി പോവില്ല. അതുകൊണ്ടാണ് വേറെ ടൈപ്പ് എല്ലാം എടുത്തത് മൊത്തം ഒരേ ടൈപ്പ് എടുത്തത്. അല്ലെങ്കിൽ മിസ് മാച്ച് മാതിരിക്ക് തോന്നും ഇട്ട സമയത്ത്.
പിന്നെ എൻ്റെ കമ്മൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കാതിന് ഹോൾസേ ഇല്ല. അപ്പം അവർ കമ്മലിടുന്ന സമയത്ത് എൻ്റെ പ്രാണം പോയിന്. ഞാൻ കമ്മൽ പൊതുവേ എന്താ പറയുക ഇടൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കമ്മൽ അവർ കുത്തിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ചോരയെല്ലാം വന്നിട്ട് എനിക്ക് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക കമ്മലിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജസ്റ്റ് നോക്കാനായിരുന്നു ചേരുന്നുണ്ടോ, എങ്ങനത്തെ തരം കമ്മലാണ്, വലുത് വാങ്ങണോ ചെറുത് വാങ്ങണോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പം കമ്മലിട്ട് നോക്കിയത്. പക്ഷേ എൻ്റെ പൊന്നെ, പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് ആ ചെവി അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും വേദന ഉണ്ടായിരുന്നു എനിക്ക് കമ്മൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കമ്മലിടുന്നത് മൂക്ക് ഓൾറെഡി എൻ്റെ കുത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് മാറ്റണമെങ്കിൽ ഇതേ വേദന എനിക്ക് ഞാൻ മാറ്റലേ ഇല്ല. ഇങ്ങനെ ഞാൻ ജ്വല്ലറിക്ക് പോയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ നോസ് പിൻ ചേഞ്ച് ആക്കലും പിന്നെ കമ്മൽ ഞാൻ മറ്റേ ചൈ ഉള്ളത് ആണ് ഇടുന്നത്. തണ്ട് വലുതായിട്ടുള്ളത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഫുൾ മിററിൽ നോക്കി എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ എന്താ പറയുക ഗോൾഡ് നോക്കാൻ വന്നിട്ട് ഇങ്ങനെയെല്ലാം ഉടുത്തിട്ട് ആടെ ഇതിൻ്റെ ക്യാമറേൻ്റെ ബാക്ക് സൈഡ് കാണണം. ആടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കാകെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രീനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ ലുക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡെല്ലാം ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഞാൻ ഈ സാരിയും ഇതൊക്കെ ഇട്ടതുകൊണ്ട് അവർ പറഞ്ഞു അവർക്കൊരു വീഡിയോ എടുക്കണം, പിന്നെ ഇങ്ങനെ എന്നിട്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സാരിയും ഓർണമെൻറ്റ്സിലൊക്കെ അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഇളയപ്പനും വന്നു, പിന്നെ അച്ഛൻ്റെ അനിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എടുത്തതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്, സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇത് എനിക്ക് അച്ചു എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പാദസരാണ്. എന്തിന് അങ്ങനെ അച്ചു എനിക്ക് പാദസരാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ ലാസ്റ്റ് മാറ്റിയിട്ടുള്ള എൻ്റെ എന്താ പറയുക മാല. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സാരീൻ്റെ സെയിം കളർ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന്, അതാക്കിയിട്ട് അവർ തന്നതാണ് കേട്ടോ അത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഗോൾഡ് പർച്ചേസിങ്ങിൻ്റെ ഒരു വ്ളോഗ് വന്നിട്ട്. ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായ ഓർണമെൻറ്റ്സ്. നടുവിലുള്ളതാണ് അവരവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ. അപ്പം അതൊരു ഷോർട്സ് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ പാട്ട് ഇതിലിട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത ഷോർട്സിൻ്റെ ഓരോരോ ഇതായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.